ആ തീരുമാനം വർഗീയമാണെന്ന് RSS പ്രചരിപ്പിക്കുമ്പോൾ അല്ല എന്ന് നെഞ്ചൂക്കോടെ പറയാൻ കെൽപ്പ് കാട്ടണം. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഗവൺമെന്റ് വിദ്യാലയങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. അത് 967 CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അന്ന് 67 ഈ ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്താ പറഞ്ഞത്? കോൺഗ്രസ് ജനസംഘത്തിന്റെ വാദത്തെ എൻഡോഴ്സ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ഒരു കുട്ടി പാകിസ്ഥാൻ ഉണ്ടാകുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഈ ജില്ലയുടെ രണ്ടറ്റങ്ങളിൽ നിന്ന് 2 ജാഥകൾ പുറപ്പെട്ടു, പ്രചരണ ജാഥകൾ. ഒന്നിന് നേതൃത്വം നൽകിയത് ആര്യാടൻ മുഹമ്മദാണ്, മറ്റേ ജാഥക്ക് നേതൃത്വം നൽകിയത് MP ഗംഗാധരനാണ്. വാജ്പേയി മലപ്പുറം ജില്ലാ വിരുദ്ധമായിട്ടുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത് കേരളത്തിൽ സന്ദർശനം നടത്തിയതും നമുക്കറിയാമല്ലോ. അപ്പൊ അന്ന് കോൺഗ്രസ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ പോലും എതിർത്തു. ഞാൻ പറയുന്നു, അതുപോലെ ഒരു സമീപനം CPIM-ന്റെ ഭാഗത്ത് നിന്ന് മലപ്പുറം ജില്ല വിഭജിക്കാൻ UDF സർക്കാർ ശ്രമിച്ചാൽ ഉണ്ടാവില്ല. അതിലാദ്യം വേണ്ടത് അന്ന് 67 മലപ്പുറം ജില്ലാ രൂപീകരണത്തെ നെഞ്ചൂക്ക് കൊണ്ട് നേരിടാൻ ലീഗിനേക്കാൾ അധികം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച CPM-നെ പോലെ കോൺഗ്രസ് ഈ ജില്ല വിഭജിക്കാനുള്ള തീരുമാനത്തെ പ്രതിരോധിക്കാൻ, ആ തീരുമാനം വർഗീയമാണെന്ന് RSS പ്രചരിപ്പിക്കുമ്പോൾ അല്ല എന്ന് നെഞ്ചൂക്കോടെ പറയാൻ കെൽപ്പ് കാട്ടണം, കരുത്ത് കാട്ടണം. അത് കാണിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.